ഹായ്. പുതിയ ഡ്രസ്സൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത്. നന്നായിട്ടുണ്ട് ഡ്രസ്സ് കേട്ടോ, നന്നായിട്ടുണ്ട്. എന്ന് വാങ്ങിയത് അതൊക്കെ? ഇനി ഇതുമാരത്തെ ഡ്രസ്സ് വേറെയും കുറേ ഉണ്ടോ? ദിവസം ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് വരണം കേട്ടോ, ഉഷാറായിട്ട്, ഹാപ്പി ആയിട്ട്. ഇന്നലെ നമ്മൾ കൗണ്ടിങ് പഠിച്ചതൊക്കെ നോക്കിയോ? കളിക്കാൻ പോകുമ്പോഴൊക്കെ കൗണ്ട് ചെയ്ത് നോക്കിയാ? എന്തായിരുന്നു ട്യൂണ്? 1 2 3 4 5 1 2 3 4 5. അതോ വേറെ ട്യൂൺ ഉണ്ടാക്കിയോ? ഈ ട്യൂൺ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്കിഷ്ടമുള്ള ട്യൂൺ നമുക്ക് വേറെ ഉണ്ടാക്കാം. പക്ഷേ ആ ട്യൂണിൽ ചേർന്ന് ഇത് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. ഇത് 1 2 3 4 5. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 4 കഴിഞ്ഞാൽ 5, അങ്ങനെ 1 2 3 4 5. അങ്ങനെ തെറ്റിക്കാതെ അതേമാതിരി ചൊല്ലിപ്പഠിക്കണം. ഇപ്പോൾ 1 3 5 അങ്ങനെ പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? ഒരേ മാതിരി പറയണം. 1 2 3 4 5. മനസ്സിലായില്ലേ? അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് 1 2 3 4 5 ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴും ഇതേ ട്യൂണിൽ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് 1, അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 3, അത് കഴിഞ്ഞാൽ 4, അത് കഴിഞ്ഞാൽ 5, അല്ലേ? അങ്ങനെ കൗണ്ട് ചെയ്യണം. മലയാളത്തിലാണെങ്കിൽ 1 2 3 4 5. അപ്പോൾ നമ്മൾ 5 എണ്ണങ്ങളിൽ പഠിച്ചിരിക്കുന്നത്. 5 നമ്പർ നമ്മൾ പഠിച്ചു. ഇംഗ്ലീഷിലും പഠിച്ചു, മലയാളത്തിലും പഠിച്ചു. അത് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് ഉറപ്പിക്കണം. കൂട്ടുകാർ വേറെ 4-5 കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തമ്മിൽ പറയാം, നീ ആദ്യം ഒന്ന് കൗണ്ട് ചെയ്യും. 1 2 4. ആ തെറ്റി, അങ്ങനെയല്ല എന്ന് പറയണം. എന്താണ്? 1 2 കഴിഞ്ഞാൽ പിന്നെന്താ വരിക? 3 ആണ്, 4 അല്ല. അപ്പോൾ അതേ ഓർഡറിൽ പറയണം. ഇനി നമുക്ക് ഈ 1 2 3 4 5 പഠിച്ചല്ലോ. അത് ഇവിടെ നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, സൂക്ഷിച്ച് നോക്കണം. ഈ ബോർഡിലേക്ക് നോക്കണം, കാണുന്നുണ്ടോ നോക്കണേ. ഈ നിൽക്കുന്നത് ആരാണ്? ഈ നിൽക്കുന്നത് ആരാണ്? മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ കണ്ടില്ലേ? ഇതിൻ്റെ പേരെന്താണ്? 1. അപ്പോൾ ഈ നിൽക്കുന്നത് ആരാണ്? ഇതാണ്. ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ 1 എന്ന് കണ്ടു അല്ലേ? അപ്പോൾ അടുത്ത് നിൽക്കുന്നത് ആരായിരിക്കും? 2 അല്ലേ? ഇതാണ് 2. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഷേപ്പൊക്കെ ആലോചിക്കണം കേട്ടോ. ആ ഷേപ്പ് വെച്ചിട്ട് അതാ ഇങ്ങനെയുള്ള ഇതാണ് 2, ഇങ്ങനെ നേരെ ഒറ്റ ഇതിന് നിൽക്കുന്നതാണ് 1. അതൊക്കെ ഓർക്കണം, പിന്നീട് കണ്ടാൽ മനസ്സിലാവണം. 1 2. അപ്പോൾ ഇതാണ് 3 അല്ലേ? അപ്പോൾ ഇത് 4, ഇത് നമ്മുടെ 5. മനസ്സിലായില്ലേ? ഇനി ഇടയെന്ന് ചോദിച്ചാൽ മനസ്സിൽ കിട്ടുമോ? ഇതാരായിരുന്നു? 1 2 3. ഇതാണ് 3. അപ്പോൾ ഇതാരായിരുന്നു? അതാണ് നമ്മുടെ 5 അല്ലേ? നമുക്കിങ്ങനെ കണ്ടിങ്ങനെ ഓരോന്നിനെ കാണുമ്പോൾ മനസ്സിലാക്കണം. ഇവനാരാണ്? 1. ഇങ്ങനെ നിൽക്കണുണ്ടല്ലേ 1. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും നമുക്കിത് പറയാൻ പറ്റണം. ഇതാരാണ്? ഇതാ പറഞ്ഞു 2 അല്ലേ? ഇനി ഞാനിവിടെ ഒരു നമ്പർ കാണിക്കാം. അപ്പോൾ ആലോചിച്ചിട്ട് അത് പറയണം. ഓക്കെ, നോക്കാം. ദേ വരുന്നു നമ്പർ. ഏതാ മനസ്സിലാവണ്ട? ഏതായിരുന്നു? തല ചൊറിയുണ്ടല്ലോ, ഓർമ്മ വരുന്നില്ലേ? അതാണ് 3. പിടിയിട്ടില്ലേ? ഇനി വേറെ ഒന്ന് കാണിക്കട്ടെ. ദേ വരുന്നു. അതാരാണത്? എനിക്ക് മനസ്സിലാവണില്ലല്ലോ. പിടികിട്ടിയാ?
ആ 5, അതാണ് 5. ഇനി എന്താ നമുക്ക് ഓർമ്മിക്കേണ്ടത്? ഇതേ കിടക്കണം. ഇതേതാണ്? ഇതേതാണ് സാധനം? ഇതേതാ ആള്? ഇതാണ് നമ്മുടെ നമ്പർ 1 അല്ലേ? നമ്പർ 1 ആണിത്. ഇങ്ങനെ പറഞ്ഞ് കളിക്കണം കേട്ടോ. ഇങ്ങനത്തെ ഷേപ്പിലുള്ള ഇതൊക്കെ ഓരോ ഇതിൽ എഴുതിയിട്ട് വരച്ചിട്ട് വേറെ കുട്ടികളോടൊപ്പം കളിക്കുക. ഇതേതാണ് അറിയാൻ പറ്റുമോ നോക്കുക. ഇങ്ങനെ കളിയാക്കി പറ്റിയാൽ മതി. ഇത് 3 ആണ്. അല്ലടാ അത് 3 അല്ല, ഇത് 4 ആണ്. അങ്ങനെ പറയണം. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഇത് ഓരോന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവണം അല്ലേ? ഈ സാധനം ഈ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത് 2 ആണല്ലോ, 2. ഇങ്ങനെ ഇത് 3 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. അപ്പോൾ 1ന് എന്താ പ്രത്യേകത? 1ന് ഇങ്ങനെ ഒറ്റ ലൈൻ ഇങ്ങനെയാണ് അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കുത്തനെ നിൽക്കുകയാണ് അല്ലേ? അടിയിലൊരു ഇങ്ങനെ ലൈനുണ്ട്, ഇങ്ങനൊരു ഇതുമുണ്ട് കണ്ടോ? 2ന് ഇങ്ങനെ ഒരു ഷേപ്പാണ്. 3ന് ഇങ്ങനെ 2 എണ്ണം ഉണ്ട് കണ്ടോ? ഇതൊക്കെ നമ്മൾ ഓർമ്മ വയ്ക്കണം. 4ന് ഇങ്ങനെ അതൊരു ഇതാണ് കണ്ടോ? 5ന് അടിയിൽ ഇങ്ങനൊരു വട്ടത്തിലും മുകളിൽ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. കണ്ട് നമ്മൾ ചിത്രം നോക്കുമ്പോഴൊക്കെ പറയില്ലേ, ഇപ്പോൾ കാക്കയെ കണ്ട കാക്കയെന്ന് മനസ്സിലാവില്ലേ ഇല്ലേ? ഒരു കാറിൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാറാണത് മനസ്സിലാവില്ല. എന്താ കാരണം? നമ്മളത് അറിയാം. ഇതാ 4 ചക്രമുണ്ട്, അത് സ്റ്റിയറിംഗ് വീലുണ്ട്, അപ്പോൾ അത് കാറാണ് മനസ്സിലാവും. അതേമാതിരി ഇത് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അത് 1 ആണല്ലോ, ഇത് 3 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇഷ്ടമായില്ലേ ക്ലാസ്? ഇനി നമുക്ക് നാളെ കൗണ്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് ഞാൻ വരാം. ഓക്കെ, കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണുന്നത് വരേക്കും ബായ്. സുഖമായിട്ട് ഉറങ്ങണം കേട്ടോ. ബായ്.